നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇനി ആരാണ് എന്നതൊരു ചോദ്യമാണ്. അതായത് 2 തവണ 10 വർഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഭരിച്ച കേരളത്തിന്റെ അവസ്ഥ നമുക്കൊക്കെ അറിയുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ ഉപരി ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും വിശ്വാസയോഗ്യമല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഉൾപ്പെടെ അതിനൊരു വലിയ ഉദാഹരണമായി മാറി നിൽക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഭരണപരാജയങ്ങൾ ഓരോന്നോരോന്നായിട്ട്, അതായത് കേരളത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ വലിയ അനാസ്ഥകളുണ്ട്, വലിയ പിഴവുകളുണ്ട് എന്നത് വ്യക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ, കേരളത്തിലെ ഇപ്പോഴത്തെ സിസ്റ്റം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആരാണ് കേരളത്തിനെ നയിക്കാൻ എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നു. കേരളത്തിൽ UDF ഇനി അധികാരത്തിൽ വരുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം UDF-നുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള പുകിലുകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ള ഒരു പരാമർശം കൂടെ നടത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി കൂടെ നടത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു വെല്ലുവിളി VD സതീശൻ നടത്തിയിരിക്കുന്നത്. UDF 100 സീറ്റ് തികച്ചാൽ താൻ രാജിവെക്കും എന്നാണ്, അല്ലെങ്കിൽ UDF 100 സീറ്റ് തികച്ചാൽ താൻ രാജിവെക്കും, കിട്ടിയില്ല എങ്കിൽ VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വെല്ലുവിളി. ആർക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്ന് അറിയില്ല എന്നും ഞാൻ അദ്ദേഹത്തോട് മത്സരത്തിനോ തർക്കത്തിനോ പോകുന്നില്ല എന്നുമാണ് VD സതീശൻ പറയുന്നത്. 98 സീറ്റ് UDF-ന് കിട്ടിയാൽ രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 97 വരെ UDF-ന് ലഭ്യമാകുമെന്ന് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല എന്നും കഠിനാധ്വാനത്തിലൂടെ 100-ലധികം സീറ്റ് നേടുമെന്നും VD സതീശൻ പറഞ്ഞു. UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ള വെല്ലുവിളിയും നടത്തിയിരിക്കുകയാണ് VD സതീശൻ. പിന്നെ എന്നെ കാണില്ല എന്നും വെല്ലുവിളി ഒന്നുമല്ല എന്നും അത്രേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. എങ്കിലും UDF-നെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്നത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാക്കുപോലും താൻ പറഞ്ഞിട്ടില്ല എന്നും നാട്ടിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും അതിനെ UDF നേരിടുമെന്നും ഈ ഒരു സാഹചര്യത്തിൽ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ടീം UDF-ന്റെ തീരുമാനമാണിതെന്നും ഈ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്തുമെന്നും അതിനുള്ള പദ്ധതികളും പരിപാടികളും തങ്ങളുടെ പക്കലുണ്ട് എന്നും VD സതീശൻ പറയുന്നു. UDF-ന് 98 സീറ്റ് പോലും കിട്ടില്ലെന്നും 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് പോകുമോ എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളിയുടെ ചോദ്യം. പറവൂരിലെ ഒരു ചടങ്ങിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം. VD സതീശൻ ഇഴവ വിരോധിയാണ് എന്നും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പ്രതിപക്ഷ നേതാവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് കേരളം ആര് ഭരിക്കും എന്നത് ഇത്തരം തർക്കങ്ങളിലൂടെയൊക്കെ തന്നെ കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ എന്തൊക്കെയാണ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സംഭവിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണം അതിനി വരണമെങ്കിൽ അതിനുള്ള സാധ്യതയില്ല എന്നും ഇനിയും ഇടതുപക്ഷ ഭരണം തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം അത് പാർട്ടിയെ എത്രത്തോളം വെട്ടിലാക്കിയതാണ് എന്നതൊക്കെ കണ്ടു. കഴിഞ്ഞ ദിവസം പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തു അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. റിപ്പോർട്ടറാണ് പാലോട് രവിയുടെ വിവാദ സംഭാഷണം പുറത്തുവിട്ടതെന്ന് പറയുന്നു. ഇതിന് പിന്നാലെ രാത്രിയോടെ തന്നെ പാലോട് രവി രാജിവെക്കുകയും അതിന് പകരം ഒരാൾ സ്ഥാനത്തേക്ക് കയറുകയും ഒക്കെ ചെയ്തത് കണ്ടതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നുമായിരുന്നു പാലോട് രവി പ്രാദേശിക കോൺഗ്രസ് നേതാവുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചിരുന്നത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഫോൺ സംഭാഷണം ചോർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പാലോട് രവി രാജിവെച്ചതിന് പിന്നാലെ മധുര വിതരണമടക്കം നടക്കുകയും ചെയ്തു. പെരിങ്ങമല യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംനാദ് പാലോടായിരുന്നു ഇത്തരത്തിൽ മധുര വിതരണം ചെയ്തത്. ഷംനാദിന്റെ മധുര വിതരണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ വൈറലായി. ഇതിന് പിന്നാലെ ഷംനാദിനെ യൂത്ത് കോൺഗ്രസ് തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം കൂടെ പുറത്തു വരുമ്പോൾ, അതായത് കോൺഗ്രസിനകത്ത് നിൽക്കുന്നവർക്ക് പോലും കോൺഗ്രസ് ഇനി തിരികെ വരുമോ എന്നൊരു സംശയം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇടത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പരാജയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിൽ പോലും എതിർത്തു നിൽക്കാൻ അല്ലെങ്കിൽ ചെറുത്തു നിൽക്കാൻ തങ്ങളോളം ശക്തമായ മറ്റൊരു പ്രസ്ഥാനം ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കേരളത്തിൽ BJPയുടെ വളർച്ച അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ അടുത്ത കാലത്തൊന്നും BJPയും ഈ പറയുന്നത് പോലുള്ളൊരു സ്ഥാനത്തേക്ക് എത്തുമോ എന്നത് സംശയമാണ് എന്നാണ് പലപ്പോഴും ജനങ്ങൾ പറയുന്നത്. എന്തായാലും ജനങ്ങളുടെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല വിവാദ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം എവിടെയാണ്, പ്രതിപക്ഷം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. പല വിഷയങ്ങളിലും വിഷയം ആളിക്കത്തുമ്പോൾ മാത്രം ഒരു പ്രതികരണം ഉള്ളതായിട്ട് വരുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറച്ച് അധികം കാലമായിട്ട് ഏതൊരു വിവാദ വിഷയത്തിലും പ്രതിപക്ഷത്തിൻ്റെ നിലപാടിൽ നിന്ന് ഉണ്ടാകുന്നത്. പല വിഷയങ്ങളും അവർ സംസാരിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ എതിർത്ത് നിൽക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയും അങ്ങോട്ട് ഇടതുപക്ഷം തന്നെ ഭരിച്ചെന്നിരിക്കാം. എന്തായാലും ആര് ഭരിച്ചാലും അല്ലെങ്കിൽ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനം ജനങ്ങളുടേതാണ്. ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് അവരെ ആര് ഭരിക്കണം, ആര് നിയന്ത്രിക്കണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശം ഒരു ജനാധിപത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കുണ്ട്. അതായത് അവരൊരു ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ ഇനി മുന്നോട്ട് വരുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്കിടയിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിലിപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പാർട്ടിക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ടുള്ള രീതിയിൽ വിമർശനങ്ങൾ വരാനുള്ള തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായതുകൊണ്ട് തന്നെ പാലോട് രവിക്കെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കുള്ളിലുള്ള പ്രവർത്തകർക്ക് പോലും പരസ്പരം ഒരു വിശ്വാസമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ആരെയാണ് ഇനി വിശ്വസിച്ച കേരളത്തെ ഏൽപ്പിക്കുക എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ അത്തരത്തിൽ കൃത്യമായിട്ട് ഒരാളെ ഭരണം ഏൽപ്പിച്ചാൽ മാത്രമേ ജനങ്ങളായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വവും അതിന് വേണ്ടുന്ന നടപടികളും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ പല കേസുകളും എടുത്തു നോക്കുമ്പോൾ ഒരു ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങളാണോ തീരുമാനമായിട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അല്ല എന്നുള്ള ഉത്തരം വരാനുള്ള സാധ്യതയുണ്ട്.